ചന്ദന സുഗന്ധികൾ ജമന്തികൾ വിടർന്നു മന്ദിരാങ്കണത്തിൽ നിന്റെ മഞ്ജുഗീതം കേൾക്കവേ കാട്ടുമൂളം തണ്ടിലൂതും കാറ്റു പോലണഞ്ഞ പാട്ടിലേഴുമാസ്വരങ്ങളേറ്റു പാടി നിന്നു ഞാൻ തമ്പുരു കുളിർ ചൂടിയോ തളിരങ്കുലി തൊടുമ്പോൾ സിറിഞ്ചും ടെതസ്കോപ്പും மட்டும் பிடிக்க தெரிஞ்ச இந்த கை അപ്പോൾ കപ്പപ്പുട്ടൊക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ള സംഭവമാണല്ലോ. അപ്പോൾ നമുക്കിപ്പോൾ പണ്ടത്തെ പോലെ വെള്ളുകപ്പയൊന്നും ഉണ്ടാക്കിയിട്ട് കപ്പപ്പുട്ട് ഉണ്ടാക്കാൻ സാധിക്കുമല്ലോ. അപ്പം ഇതുപോലെ പച്ചക്കപ്പയൊക്കെ കിട്ടുമ്പോൾ ഒരു കപ്പ എടുത്ത് വെച്ചാൽ അതിങ്ങനെ ആക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ കപ്പ നമുക്ക് ആ ചിരണ്ടുന്ന ഇതിൽ വെച്ച് ചിരണ്ടി എടുക്കാം, അല്ലെങ്കിൽ കൊത്തി അരിയുന്നവരുണ്ടെങ്കിൽ കൊത്തി അരിയാം. അപ്പോൾ ഇങ്ങനെ ചിരണ്ടി എടുക്കുന്ന കേട്ടോ ഏറ്റവും നല്ലത്. അപ്പോൾ ഇങ്ങനെ ചിരണ്ടി എടുത്ത് അതിലേക്ക് നമുക്ക് ഇച്ചിരി തേങ്ങായും അതുപോലെ ഇത്തിരി പുട്ടുപൊടിയും. അപ്പോൾ പുട്ടുപൊടി ഇച്ചിരി കൂടിപ്പോയി എനിക്ക് ഇന്ന് കേട്ടോ. അപ്പോൾ നിങ്ങൾ അത്രയും പുട്ടുപൊടി ഇടണ്ട. അപ്പം കപ്പയ്ക്ക് ഇച്ചിരി കൂടെ കുറച്ച് പുട്ടുപൊടി ഇട്ടാൽ മതി. അപ്പോഴാണ് കപ്പപ്പുട്ടിന് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. എൻ്റെ മോശം എന്നല്ല, എനിക്ക് ഇതിന് മുന്നേയൊക്കെ ഉണ്ടാക്കിയപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഇച്ചിരി പുട്ടുപൊടി കൂടിപ്പോയി, അതുകൊണ്ടാണ് കുഴപ്പം. പുട്ടുപൊടി കുറച്ചാക്കിയാൽ മതി. പുട്ടുപൊടി അതിനകത്ത് തേങ്ങയൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് ഉപ്പുമൊക്കെ ഇട്ടിട്ട് ഇതുപോലെ ചിരട്ടയിൽ തന്നെ ആക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അന്നേരം ചിരണ്ടി ചിരട്ടയിൽ തന്നെ. ഇനി അല്ല നിങ്ങൾക്ക് അപ്പച്ചെമ്പിലോ പുട്ടുകുറ്റിയിലോ ഒക്കെ ആക്കുന്നെങ്കിൽ അങ്ങനെ ആക്കാം. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ബീഫൊക്കെ ആട്ടോ ടേസ്റ്റ്. ഞാനിന്ന് ചെറുപയറിൻ്റെ കറിയാണ് എടുത്തേക്കുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കപ്പപ്പുട്ടിൻ്റെ വീഡിയോ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.